പോർച്ചുഗലിൽ യവോറ എന്ന സ്ഥലത്ത് വളരെ സുന്ദരമായൊരു പള്ളിയുണ്ട്. ഒരു കപ്പേളപ്പള്ളിയാണ്. ആ കപ്പേളപ്പള്ളിയുടെ പ്രത്യേകത എന്താണ്? അത് മരിച്ചുപോയ ആളുകളുടെ തലയോട്ടികളും അസ്ഥികളും കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. അങ്ങനത്തെ ഒരു പള്ളിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ കേൾക്കണം. നെറ്റിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായതിൻ്റെ പിക്ചറുകളൊക്കെ ലഭിക്കും. എന്താണ് പള്ളിയുടെ പ്രത്യേകത? ഫ്രാൻസിസ്കൻ സന്യാസിമാരാണ് ആ പള്ളി ഒരുക്കിയത്. നഗരസഭാ അധികാരികൾ സിമിത്തേരി പൊളിച്ചു മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഈ ചിതറിക്കപ്പെട്ട തലയോട്ടികളും അസ്ഥികളൊക്കെ പൂജ്യാവശിഷ്ടങ്ങളായി കരുതുന്ന സന്യാസിമാർ അവയൊക്കെ സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് കപ്പേളപ്പള്ളിയുടെ അലങ്കാരമായിട്ട് ഉപയോഗിച്ചു. അതിസുന്ദരമാണ്, പേടിയൊന്നും തോന്നില്ല. നിങ്ങളവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ദൈവികതയുടെ സ്പർശമേറ്റ അനുഭവമായിരിക്കും. ഏറ്റവും മുകളിൽ തന്നെ മുഖപ്പിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്, അസ്ഥികളായി തീർന്ന ഞങ്ങൾ അസ്ഥികളായി തീരേണ്ട നിങ്ങളെ കാത്തിരിക്കുന്നു. നല്ല ഓർമ്മപ്പെടുത്തലാണ്. മനുഷ്യൻ്റെ മരണത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഇനി അകത്തേക്ക് ചെല്ലുന്നു. അകത്തേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്കും അൾത്താരയിൽ എഴുതി വച്ചിരിക്കുന്നത് എന്താണ്? ഞാൻ പ്രകാശത്തിൽ മരിക്കുന്നു. അതിന് താഴെ എഴുതി വച്ചിരിക്കുന്നത് എന്താണ്? ജനിച്ച ദിവസത്തേക്കാൾ പ്രധാനപ്പെട്ടതാണ് മരിക്കുന്ന ദിവസം. അത് സഭാപ്രസംഗൻ്റെ വാക്കുകളാണ്. പിന്നെ തൂണിൽ ഒരു കവിത കുറിച്ച് വെച്ചിട്ടുണ്ട്. ആ കവിത എന്താണ്? യാത്രക്കാരാ എന്താ ഇത്ര തിടുക്കം? ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ കാര്യമുള്ളൂ, മരണമാണത്. അതിനെക്കുറിച്ച് ധ്യാനിക്കാൻ കുറച്ച് സമയം കണ്ടെത്തുക. ധ്യാനിച്ച് കഴിയുമ്പോൾ നിനക്ക് വെട്ടം കിട്ടും. ആ വെട്ടം കിട്ടിക്കഴിയുമ്പോൾ നിൻ്റെ ഇനിയുള്ള യാത്ര കുറച്ചുകൂടി അർത്ഥപൂർണ്ണമായി മാറും.